സനു ഈസി ആയിട്ട് പാടി, ഭയങ്കര കൂളായിട്ട് നിന്ന് പാടി. എപ്പോഴും ഉള്ള മാതിരി. ഞാനിങ്ങനെ അവിടെ സനൂപിന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നു, സനൂപിനെ കാണുമ്പോൾ എനിക്ക് അജയ് ദേവ്ഗൺ ഓർമ്മ വരും. ഭയങ്കര പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെയാണല്ലോ, ഭയങ്കര സീരിയസ്, നോ നോൺസെൻസ് എന്നൊക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. സനൂപിനെ കണ്ടാൽ അങ്ങനെ തോന്നുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ച് ഹാപ്പി ആവാം അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് സനൂപിന്റെ പാട്ടിനെ കുറിച്ച് ജഡ്ജസിന് പറയാനുള്ളത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ജാസേട്ടാ. ആദ്യമായിട്ട് ഈ ഗൗരവം, എന്താ മോനെ ഗൗരവം? എപ്പോഴും ഇങ്ങനെയാണോ ഗൗരവം? വെളിയിലിരിക്കുമ്പോഴും ഇങ്ങനെയാണല്ലോ. കുഴപ്പമില്ല, നല്ലതാ, ഇങ്ങനെ ഇരുന്നാൽ മതി. അധികം സന്തോഷിക്കാതെ ഇങ്ങനെ ഒരു എന്താണ് ഒരു ഇടയിൽ നിന്നുകൊണ്ടുള്ള. ജാസേട്ടന്റെ പോലെ ഞാൻ അധികം സന്തോഷിക്കാറുണ്ടല്ലോ ജോസിനെ കാണുമ്പോഴൊക്കെ. അതൊക്കെ പോട്ടെ. ഇത് സലിൽ ചൗധരിയാണോ മ്യൂസിക്? അതെ, നൈസ്. അതാണ് ആ ബി ജി ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് പാടി. മുകേഷിന്റെ വോയിസ് ഒരു പൊടിക്ക് അതുപോലെ വന്നിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സനൂപിന്റെ. അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, നന്നായിട്ട് പാടുന്നു. പക്ഷെ നന്നായിട്ട് പാടുന്നു എന്നുള്ള അഹങ്കാരം പോകത്തില്ല. അതാണ് സത്യത്തിൽ എനിക്ക് സനൂപ് നന്നായിട്ടുണ്ട്. പിന്നെ ലിറിക്ക് അത് പെട്ടെന്ന് പഠിച്ചുകൊണ്ട് ആരായിരുന്നാലും ലിറിക്ക് മറക്കും, അതൊന്നും ഒരു വലിയ സംഭവമല്ല. പിച്ചിങ് അതും വലിയ കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആക്കാന്നുള്ള തെറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ വോയിസ് കുറച്ച് ഒതുക്കി ആ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് പാടി, അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഒത്തിരി കൺട്രോളായിട്ട് ഇന്നാണ് പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ നോക്കി ചിരിക്കുന്ന? ആരെയൊക്കെ നോക്കി ചിരിക്കുന്ന? ആന്റിയോ വന്നിട്ട് ആണ്. ശരി ശരി, എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. സനൂപേ, ഇന്നൊരു ഡിഫറെന്റ് സനൂപിനെയാണ് കാണാൻ പറ്റിയെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഒന്ന് പാടിയ സ്റ്റൈലും പിന്നെ വോയിസ് കുറച്ച് സോഫ്റ്റ് ആക്കിയോ ഒന്ന്. യൂഷ്വലി ഉള്ള ആ ബോൾഡായിട്ട് പാടിയില്ല, കുറച്ച് ഒതുക്കി പാടിയ പോലെ തന്നെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു ഒറിജിനൽ സോങ്ങിന്റെ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വിധത്തിൽ സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ സുഹാന സഫർ ഇടയ്ക്ക് വരുന്ന സമയത്ത് മാത്രം ഒരു ചെറിയൊരു ഷേക്കി ആയിട്ട് തോന്നി, സ്റ്റഡി അല്ലാണ്ട് തോന്നി. പിന്നെ സാധാരണ എല്ലാവരും മറന്നു പോകുന്നത് ചരണത്തിൻ്റെയൊക്കെ ലിറിക്സാണ്. അപ്പോൾ അത്രയും പല്ലവി ഇത്ര തവണ പാടിക്കഴിഞ്ഞ് പിന്നെ എന്താ പോലെ സംശയം വന്നേ, പല്ലവിയിലാണ് സനൂപ് ചെറുതായിട്ട് തപ്പിപ്പോയതെന്ന് തോന്നി എനിക്ക്, അല്ലേ? അതെന്ത് പറ്റിയതാ? പെട്ടെന്ന് അത്ര തവണ പാടിയില്ലേ, ഒരു 3-4 പല്ലവി എപ്പോഴേക്കും പാടിക്കഴിഞ്ഞല്ലേ, അവിടെയാണ് ഇത് തോന്നിയത്. പക്ഷെ ബാക്കി കുഴപ്പമൊന്നും തോന്നിയില്ല. വേർഡ്സ് മറന്നതൊരു ചെറിയൊരു പോർഷൻ, ശ്രുതി കുറച്ച് അവിടെ എനിക്ക് വലിയ മേജർ മിസ്റ്റേക്സ് ഒന്നും തന്നെ ഇതിനകത്ത് തോന്നിയിട്ടില്ല എന്ന് പാടിയതിനകത്ത്. സനൂപിന്റെ നല്ലൊരു സിംഗിങ് തന്നെയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജെൻ ചേച്ചി, മോൻ്റെ നല്ല ഡെപ്തുള്ള വോയിസ് ആയിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല, വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ സനൂപ്, അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം അല്ലേ? ആദ്യം ജെൻ ചേച്ചി, ഔട്ട് ഓഫ് 30 23. 23 ഔട്ട് ഓഫ് 30. ജാസേട്ടാ 23 ഔട്ട് ഓഫ് 30. ചിത്രേച്ചി ഔട്ട് ഓഫ് 40. 33 ഔട്ട് ഓഫ് 40. സനൂപിനും ഹിന്ദി ഓൾ സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 79 മാർക്സ്.